ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമുക്കെല്ലാവർക്കും എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഹെർബാണ് പുതിന. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലപ്പോഴായിട്ട് നമ്മുടെ പല വീഡിയോയ്ക്ക് താഴെയും ചോദിച്ചിട്ടുള്ള കാര്യമാണ് പുതിന എങ്ങനെ മുളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുതിന മുളപ്പിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ. അപ്പോൾ പലരും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്ന മെത്തേഡിലൊക്കെ മുളപ്പിക്കാൻ ശ്രമിച്ചിട്ട് ചീഞ്ഞ് പോയതായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വെള്ളത്തിലൊന്നും ഇടാതെ തന്നെ വളരെ എളുപ്പത്തിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുതിന നമുക്ക് വീട്ടിൽ ഗ്രോ ബാഗ് ഇരട്ടിപ്പിച്ച് ഒരു കാട് പിടിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പുതിന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ കടയിൽ നിന്ന് കുറച്ച് പുതിന വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കറികൾക്ക് ഇടാനൊക്കെ ആവശ്യത്തിന് നമ്മൾ പുതിന വാങ്ങിക്കാറുണ്ട്. എന്നാൽ കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ കുറച്ച് നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ വാങ്ങിച്ചു വെക്കുക. അപ്പോൾ ഈ നമ്മൾ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പുതിന വാങ്ങി വെക്കുമ്പോൾ അത് ചിലപ്പോൾ ഒടിഞ്ഞതും ചതഞ്ഞതൊക്കെ ആയിട്ടുള്ള കമ്പുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അത്തരം കമ്പുകളൊന്നും കൃഷി ചെയ്യാൻ വേണ്ടി എടുക്കാതിരിക്കുക. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ നമ്മളൊരു 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ എങ്ങാനും പുതിന വാങ്ങിച്ചുകൊണ്ടിരിക്കുക. വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് വേണം നോക്കി നല്ല കമ്പുകൾ നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ പച്ചക്കറിക്ക് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പുതിന വാങ്ങിക്കുന്ന സമയത്തൊന്ന് പറയാം, ഒന്ന് നട്ടു നോക്കാനാണ്. അപ്പോൾ നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒടിയാത്ത ചതയാത്ത കമ്പുകൾ ഒന്ന് എടുത്തു തരാൻ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടക്കാരും നമുക്ക് എടുത്തു തരും. അപ്പോൾ അതുപോലെ കൊണ്ടുവച്ച കുറച്ച് പുതിനയുടെ കമ്പുകളാണിത്. അപ്പോൾ പലരും മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ചീഞ്ഞു പോവുകയാണ്, വേര് പിടിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്ന സമയങ്ങളിൽ വെള്ളത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു അഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ, പുതിന പൊതുവേ അത് കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണ് വരാറ്. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് ഒരു 50% ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാതെ തന്നെ നേരിട്ട് വേര് പിടിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിന നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം പുതിനയുടെ ഇലകൾ, വലിയ ഇലകളൊക്കെ നമ്മൾ ഇന്ന് നുള്ളിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ നുള്ളി കൊടുത്തിട്ടില്ല എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോഷകങ്ങളും ജലാംശവും ഒക്കെ ഈ പുതിനയുടെ വലിയ ഇലകളിലേക്ക് പോവുകയും ചെയ്യും. അതുവഴി ഒരുപാട് സ്ട്രെസ് ഈ ചെടിക്ക് നേരിടും. അതുകൊണ്ടാണ് പലപ്പോഴും പുതിന നട്ട സമയത്ത് ചീഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പുതിനയുടെ ഇലകളൊക്കെ നമ്മളങ്ങ് നുള്ളി കൊടുക്കുക. അതായത് വലിയ ഇലകളൊക്കെ നുള്ളി കൊടുത്തിട്ട് ചെറിയ ഇലകൾ മാത്രം അതിൽ ബാക്കി വെക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത്. നിങ്ങൾ ചട്ടിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ നടുകയാണെങ്കിൽ നമ്മൾ ഈ വേര് പിടിപ്പിച്ചെടുക്കേണ്ട സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് നീർവാർച്ചയുള്ള നന്നായിട്ട് സ്പോഞ്ചി ആയിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഉമി, ചകിരിച്ചോറ്, അല്പം ചാണകപ്പൊടി, ഈ ഒരു 3 മിശ്രിതമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഉമി കിട്ടില്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്താൽ മതി. സാധാരണ ചെടികൾ നടാൻ എടുക്കുന്ന അതേ പോട്ടി മിക്സിന് എടുക്കുക, പക്ഷെ അതിൽ അല്പം മണ്ണ് കുറയ്ക്കുക. അപ്പോൾ ഈ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിനയുടെ തണ്ട് ഇതിൽ കിടത്തി വെക്കുക. കിടത്തി വെക്കുമ്പോൾ ചെറിയ ചാല് പോലെ ഇതിൽ മണ്ണ് അല്പം നീക്കിയിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ നീക്കിയിട്ട് അതിലോട്ട് വെച്ചിട്ട് പോട്ടി മിക്സ് ചെറുതായിട്ട് മുകളിലും തൂവി കൊടുക്കുക. നമ്മളിത് പൂർണ്ണമായിട്ടും ഇത് മൂടാൻ പാടില്ല. ഫസ്റ്റ് ദിവസം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക. സെക്കൻഡ് ഡേ നമ്മൾ സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നനച്ച് നമ്മൾ തണലുള്ള ഭാഗത്താണ് ഈ ചെടി വെക്കേണ്ടത്. ഒരിക്കലും നമ്മൾ നന്നായിട്ട് വെയിലടിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നന്നായിട്ട് ചൂടടിക്കുന്ന ഭാഗത്ത് ഈ ഒരു പ്ലാന്റ് വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ ചെടി 3-ാം നാൾ ഉണങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഈ ചെടി നല്ല തണലടിക്കുന്ന നല്ല തണലുള്ള തണുപ്പുള്ള ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുക. ഏകദേശം ഒരു 3 ആഴ്ചയാകുമ്പോഴേക്കും ചെടി ഈ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ പൊക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടിഭാഗത്തൊക്കെ പുതിയ ഈ തലപ്പുകളിൽ നിന്നെല്ലാം വേരുകൾ താഴോട്ട് ആഴ്ന്നിറങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ ഇതേപോലെ ആഴ്ന്നിറങ്ങാൻ വേണ്ടി അനുവദിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തിക്കായിട്ട് വീണ്ടും ചെടി സ്പ്രെഡായി വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാറുണ്ട്, കിടത്തി വെച്ച ചില പ്ലാന്റുകൾ കിടത്തിയ ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ചിലതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ റണ്ണർ ഷൂട്ടുകൾ നീണ്ടു വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ റണ്ണർ ഷൂട്ടുകളാണ് പിന്നീട് നമ്മളെ ചെടി ഒരുപാട് കാടായിട്ട് വളരാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ റണ്ണർ ഷൂട്ടുകളാണ് പിന്നീട് മണ്ണിലൂടെ പരന്ന് സ്പ്രെഡായിട്ട് നമ്മുടെ ഈ ഗ്രോ ബാഗ് നിറയെ ഫില്ലാക്കി കൊണ്ടുവരുന്ന സാധനം. അപ്പോൾ ഈ റണ്ണർ ഷൂട്ടുകളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരാൻ വേണ്ടി നന്നായിട്ട് അനുവദിക്കേണ്ടത്. ഈ റണ്ണർ ഷൂട്ടുകൾ നന്നായിട്ട് പരന്ന് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രോ ബാഗ് ഫുള്ളായിട്ട് പുതിന വന്ന് നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പുതിന നമ്മൾ നട്ടെടുക്കേണ്ടത്. പലരും വെള്ളത്തിലൊക്കെ വെച്ചിട്ട് കമ്പനി വേരിടിപ്പിക്കാറുണ്ട്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ആ രീതിയിൽ ചെയ്യുമ്പോൾ പലർക്കും പരാജയപ്പെട്ടു പോകുന്നതായിട്ട് പലരും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഇത് ഏത് ആൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്.
അപ്പോൾ നിങ്ങൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന പുതിന ഉണ്ടല്ലോ, അത് നമ്മൾ അന്ന് തന്നെ ഈ ഒരു സംഭവം ചെയ്യാനെടുക്കുക. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച ശേഷം, ഫ്രിഡ്ജിൽ വെച്ച ശേഷം അതെടുത്തിട്ട് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാലോ പലപ്പോഴും പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ചെടിയുടെ വളരാനുള്ള ഒരു കഴിവെല്ലാം നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പിന്നെ ചെടി ഒരുപാട് സ്ട്രെസ്സിലോട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഡോർമൻ സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ചെടി മുളച്ച് വരാനും വേര് പിടിച്ച് വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിട്ടുള്ള പുതിന ഒന്നും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന പുതിനയും ഇതുപോലെ മുളപ്പിക്കാൻ എടുക്കരുത്. നിങ്ങൾ മുളപ്പിക്കാൻ വേണ്ടി 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ വാങ്ങിച്ചിട്ട് അത് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് കിട്ടുള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രോ ബാഗ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കണ്ട് ഈ ചെടി വളർത്തിയെടുക്കാനും പറ്റുള്ളൂ. ഒരു ആരോഗ്യമില്ലാത്തൊരു പ്ലാന്റ് നമ്മുടെ ഒരു ഗ്രോ ബാഗിൽ ഉണ്ടായി കഴിഞ്ഞാൽ കാലാകാല പ്ലാന്റ് വളരാതെ ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുരടിച്ചന്നെ ഇരിക്കും. പിന്നെ ആ ചെടി നമുക്ക് വലിയൊരു ഉപകാരം നമുക്ക് കൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് നടണമെന്ന്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ പുതിന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വിഷം അടിക്കാത്ത പുതിന നിങ്ങളും വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.